പടച്ചവനെ ഭയത്തിലാണ് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ മനുഷ്യനെ പെട്രോൾ അടിച്ചിട്ട് ജീവനോടെ കത്തിക്കുന്ന കാഴ്ച കാണുമ്പോ പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ പേ പിടിച്ച പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ ജീവനുള്ള മനുഷ്യനെ ജനങ്ങളെ തല്ലിക്കൊല്ലുന്ന കാഴ്ചകൾ കാണുമ്പോ നമുക്കൊക്കെ വല്ലാത്ത പേടിയാ, നമുക്കൊക്കെ വല്ലാത്ത പേടിയാ. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരാ, ഇതൊക്കെ സാമ്പിളാ മോനെ, ഇതൊക്കെ സാമ്പിളാടാ, ഇതൊന്നുമല്ലടാ. ഇതിനെക്കാളും വലിയ അനുഭവിക്കാൻ വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ തുടക്കമാണ്. പെട്രോൾ അടിച്ചിട്ട് ജയ് ശ്രീറാം എന്ന് വിളിക്കടാ, ഇല്ലെങ്കിൽ കൊല്ലുമെന്ന് പറയുന്ന മതഭ്രാന്തന്മാര്. പടച്ചവൻ ഇതൊന്നുമല്ല ചെറുപ്പക്കാരാ, ഇതിനെക്കാളും വലുതൊക്കെ വരാൻ പോവുകയാണ്. അല്ലാഹു ചോദിക്കുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? അള്ളയാടാ ചോദിച്ചത്, നീ സ്വർഗ്ഗം അങ്ങ് ഓസിന് കിട്ടുമെന്ന് നീ കരുതിയോടാ? എന്തിനാ നിന്റെ മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞു തരുന്നത്? ബിലാല് തങ്ങളുടെ കഴുത്തിൽ കയറിട്ട് മുറുകിയിട്ട് തെരുവിലൂടെ വലിച്ചിടച്ചു കൊണ്ടുപോയി പഴുത്തു കിടക്കുന്ന മലരാരുണ്യത്തിന് മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചു ചാട്ടമാറ് കൊണ്ട് തല്ലിയ കഥ പറഞ്ഞു തരുന്നത് വെറുതെ സുഖിക്കാനല്ല. സുമയ്യാ ബീബിയുടെ ഗുഹ്യഭാഗത്തേക്ക് പഠിപ്പിച്ച കമ്പി കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി വലിച്ചെടുത്ത ചരിത്രം പറയുന്നത് വെറുതെയല്ല. മുസ്ലിമീങ്ങളെ പിടിച്ചുകൊണ്ട് നിർത്തിയിട്ടു തലയുടെ നേർഭാഗത്തവന്റെ ഉച്ചിയിൽ ഈർച്ചവാള് വെച്ചിട്ട് രണ്ട് കഷ്ടമായി മുറിച്ച കഥകൾ പറയുന്നത് വെറുതെ കേൾക്കാറല്ല. ഇതൊക്കെ ഈമാൻ ഉറയ്ക്കാരാ, മാനസികമായി തയ്യാറെടുക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, ഇനി നിനക്ക് രക്ഷപ്പെടണോ, ഇനി രക്ഷപ്പെടണോ, നിനക്കിനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും ഇനി രക്ഷ വേണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് ഈമാൻ ഉറപ്പിക്കലാ, നിന്റെ ഈമാൻ പ്രകാശിപ്പിക്കലാ. അതല്ലാതെ വേറെ ഒരു വഴിയില്ല ചെറുപ്പക്കാരാ. കാരണം ഇത് പറഞ്ഞത് അല്ലാഹുവാണ്. ഫലമ്മാ യഅതികും മസലുല്ലദീന ഖലൗ മിൻ ഖബ്ലിക, നിന്റെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കാതെ സ്വർഗ്ഗത്തിൽ കിടക്കുമെന്ന് നീ കരുതിയോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, സ്വർഗ്ഗം ചോദിക്കണ്ട എന്ന് പറയുന്നില്ല, നരകമോചനം ചോദിക്കണ്ട എന്ന് പറയുന്നില്ല, നല്ല മരണം ചോദിക്കണ്ട എന്ന് പറയുന്നില്ല, സമ്പത്തിൽ അഭിവൃദ്ധി വേണമെന്ന് ചോദിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചോദിച്ചു, പക്ഷേ അതൊക്കെ ചോദിക്കാൻ മറന്നുപോയാൽ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു ദുആ എന്തെന്നറിയുമോ? റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഈമാൻ വർദ്ധിക്കുവാനുള്ള, ഈമാൻ ഉറയ്ക്കുവാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? അത് റബ്ബിനോട് ദുആ ചെയ്യലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ ഉറക്കാനുള്ള ഒന്നാമത്തെ വഴി എപ്പോൾ ദുആ ചെയ്താലും അല്ലാഹുവോട് പറയണം, സമ്പത്ത് വർദ്ധിപ്പിച്ചതാ അല്ല, ആരോഗ്യം വർദ്ധിപ്പിച്ചതാ അല്ല, എല്ലാം വർദ്ധിപ്പിച്ചതാ, ചോദിക്കണ്ട എന്ന് പറയുന്നില്ല, ചോദിച്ചോ. പക്ഷെ നീ മറക്കാതെ ഒന്നുകൂടെ ചോദിക്കണം, എൻ്റെ ഈമാൻ, എനിക്ക് തന്ന ഈമാൻ അതൊന്ന് വർദ്ധിപ്പിച്ചു തരണേ എന്ന് ദുആ ചെയ്താൽ മതി, വർധനവുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മുടെ ഈമാൻ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇനി രക്ഷപ്പെടാൻ ആകെ ഉള്ള വഴി അതൊക്കെ ഉള്ളൂ. അല്ലാതെ വാട്സപ്പിൽ എടാ തല്ലിക്കൊല്ലുന്നു, കത്തിക്കുന്നു, ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ഇതൊന്നുമല്ല. ഇനി വരാൻ പോക, ഇതൊക്കെ സാമ്പിളാ, ഇതൊക്കെ സാമ്പിളാ. ഇനി ഇതിനേക്കാളും വലുതൊക്കെ ഇങ്ങോട്ട് വരാൻ പോക, അനുഭവിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിന് ഈമാൻ അങ്ങോട്ട് ഇപ്പോഴേ ഉറപ്പിച്ചു, അതേ വഴിയുള്ളൂ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോൾ എന്തോ ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. ഉള്ള കാര്യമില്ലേ പറഞ്ഞേ, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞേ. അവിടെ ഇവിടെയൊക്കെ ഇന്ന് മൊബൈലുകളിൽ കാണുന്നതെല്ലാം നമ്മുടെ കണ്ണിന്റെ മുന്നിൽ. കാരണം ഈ ചരിത്രങ്ങളൊക്കെ വെറുതെ അല്ല പറഞ്ഞ്,
ബിലാൽ തങ്ങളുടെ ചരിത്രം, സുമയ്യ ബീവിയുടെ ചരിത്രം, അമ്മാർ റളിയല്ലാഹു തആല അൻഹു, യാസിർ റളിയല്ലാഹു തആല അൻഹു, ഹംസ ഇവരുടെയൊക്കെ ചരിത്രം വെറുതെ അല്ല, നീ ഇതുപോലെ അനുഭവിക്കേണ്ടവനാ, ഒരുങ്ങാൻ വേണ്ടിയാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹു ചോദിക്കുകയാ, എൻ്റെ സ്വർഗം വെറുതെ ഇട്ടിരിക്കുന്ന സ്ഥലമല്ല. എടാ, എൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം, ആ സ്വർഗം ഓസിനൊന്നും തരൂല ഞാൻ. അത് കിട്ടണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടും ത്യാഗമൊക്കെ ഉണ്ട്. അത് അനുഭവിച്ചാലേ കിട്ടത്തുള്ളൂ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്ക ആമീൻ പറ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ. ഈ തുടക്കത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ വന്നാൽ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇപ്പം എല്ലാവരും സാമ്പത്തികമായിട്ട് തകർന്നു ഇല്ലേപ്പാ, അല്ലേ? സാമ്പത്തികമായിട്ട് ഞാൻ അനീഷിനോട് വെച്ചു, വല്ല കച്ചവടം ഉണ്ടോ? ഇല്ല ഉസ്താദെ, പിരിവ് വയ്ക്കാൻ തന്നെ പേടിയപ്പോൾ എല്ലാവരുടെ അടുത്ത്. ഇപ്പൊ പൈസ ചോദിക്കാൻ തന്നെ പേടിയാ. എല്ലാവരും പറയുന്നത് സാമ്പത്തികമായിട്ട് എല്ലാവരും തകർന്നു, ഇല്ലേ? ഗൾഫൊക്കെ തീർന്നു ഉസ്താദെ, GST വന്നു, കേന്ദ്ര സർക്കാർ വന്നു, ഇതൊക്കെയാ നിന്റെ വീട്ടിൽ പട്ടിണിയാകാനുള്ള കാരണം. നമ്മൾ പറയുന്നത് നമ്മുടെ വീട്ടിൽ പട്ടിണിയും പ്രയാസവും ഉണ്ടാകാനുള്ള കാരണം ആരാ? കേന്ദ്ര സർക്കാർ, അല്ലേ? നമ്മൾ പറയണതിന് മറുപടിയാ. നമ്മൾ പറയണത് നമ്മുടെ വീട്ടിൽ കരുനാഗപ്പള്ളിയിലെ നിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടാകാൻ കേന്ദ്ര സർക്കാരാ കാരണം, കേരള സർക്കാരാ കാരണം, അല്ലെങ്കിൽ നോട്ട് നിരോധന കാരണം അല്ല. നിന്റെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ടാണ് നിന്റെ വീട് പട്ടിണിയായത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ള കാര്യം പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കരുനാഗപ്പള്ളിയിലെ നിന്റെ വീട്ടിൽ തിന്നാനില്ലാത്തത് അവൻ രാജ്യം ഭരിക്കുന്നുണ്ടാ? ആണോ? അല്ല, നിന്റെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ട്. ഞാൻ അങ്ങനെ പറയും, നിന്റെ കയ്യിലിരിപ്പ് ശരിയാകാത്തത് കൊണ്ടാ നിന്റെ വീട്ടിൽ പട്ടിണി. അല്ലാതെ ഓനെ ഒന്നും ആരും ഒന്നും പറയണ്ട. അവനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഓനും ഭക്ഷണം കൊടുക്കുന്നവൻ അള്ളയാ, അല്ലാതെ അവനല്ല. അവന്റെ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു റബ്ബ് മുകളിലിരിക്കുന്നുണ്ട്. നിന്റെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ടാ നിന്റെ വീട്ടിൽ ഇത്ര ദാരിദ്ര്യവും പ്രയാസവും. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരാമീൻ പറ, ഒരാമീൻ പറ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദര, എൻ്റെ പ്രിയമുള്ള സഹോദര, എടാ, നമ്മളൊക്കെ ഇങ്ങനെ ആരുടെ വീട്ടിലാ പട്ടിണി? ഈമാനുള്ള ഒരുത്തൻ്റെ വീട്ടിലും പട്ടിണിയും പ്രയാസമൊന്നുമില്ല. ഈമാനുള്ള അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലും യാതൊരു പ്രയാസമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു നല്ല കാര്യം പറഞ്ഞു തരാം. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. തെണ്ടാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള അമീനെ മൊബൈലിന് പൊക്കട കൈ രക്ഷപ്പെടണ്ടേ? മരിക്കുന്ന എടാ ചങ്ങാതി, കേന്ദ്ര എടാ BJP ഭരണമല്ലടാ, സാക്ഷാൽ ഇനിയിപ്പോ ഒരുത്തം വരാണ്ട് ദജ്ജാൽ ഓം വന്ന് രാജ്യം ഭരിച്ചാലും നിന്റെ വീട്ടിൽ തിന്നാൻ ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ കൂട്ടത്തിലിരിക്കുന്ന നിങ്ങളുടെ പലരുടെയും വീട്ടിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ അംബാനി ഇനി ദാരിദ്ര്യത്തിലാണെന്ന് സങ്കല്പിക്കാം. ഓന്റെ വീട്ടിൽ പോലും തിന്നാൻ ഭക്ഷണം ഇല്ലെങ്കിലും നിന്റെ ഓലഷെട്ടിനകത്ത് മരിക്കണ കാലം വരെ നിനക്കും പെണ്ണും പിള്ളയ്ക്കും തിന്നാനുള്ള ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? അതിനെന്ത് ചെയ്യണം? ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് പട്ടിണിയില്ലാതെ നിനക്കും പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും സുഖിച്ച് ജീവിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഒരു കാര്യം അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ? നിനക്ക് വേണമെങ്കിൽ ചെയ്യ, എനിക്ക് ആവശ്യമൊന്നുമില്ല. എൻ്റെ കാര്യം ഞാൻ നോക്കുന്നുണ്ട്. എടാ, നിന്റെ വീട്ടിൽ ചോറുണ്ടെന്ന് വന്നിട്ട് എനിക്ക് വല്ലതും ഉണ്ടോ? നിന്റെ വീട്ടിൽ പെണ്ണ് പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് തെണ്ടാതെ ജീവിക്കണമെങ്കിൽ നീ ചെയ്. അതാ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വേണോ വേണ്ടേ? ചെയ്യുമെന്ന് താല്പര്യമുള്ളവരൊക്കെ കൈവക്ക്. വേണ്ട ഉസ്താദെ, ഞാൻ കരുനാഗപ്പള്ളിയുടെ മുന്നിൽ ഇരുന്നോളാം, പള്ളിയുടെ ജമാഅത്ത് പള്ളിയുടെ ഇങ്ങനെ മക്കളെ കെട്ടിക്കാൻ ഒന്നുമില്ലപ്പാ, താപ്പാന്ന് പറഞ്ഞിട്ടിരിക്കാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചിലർക്ക് പേടി, ഇങ്ങാരിനി പിരിവങ്ങാണ്ട് തുടങ്ങാൻ സമയമായെന്നാ. പിരിവ് തുടങ്ങാൻ പോവാ, പെണ്ണുങ്ങളൊക്കെ മോതിരത്തിലൊക്കെ കൈവച്ചോ. അവരുടെ പേടി ഇനി പിങ്ങാരി പിരിക്കുക. എനിക്ക് ആരുടെ 5 നയാ പൈസ ഒന്നും വേണ്ട. നിങ്ങൾ ആരും 5 നയാ പൈസ മുടക്കണ്ട. അള്ള പറയുകയാ, ഒരു കാര്യം ചെയ്താൽ മരിക്കണ കാലം വരെ പടച്ചോ നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇൻഷാ അല്ലാ ചെയ്യോ? പറ ഇൻഷാ അല്ലാ. ഉറക്കെ പറ. എന്നാ ഇൻഷാ അല്ലാ എല്ലാവരും എഴുന്നേറ്റ്. മഴ പെയ്യുന്നുണ്ടോ? ചെറുതായിട്ട്, കുഴപ്പമില്ല. 3 സ്വലാത്ത് പറ.
യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചെയ്യല്ലേ, പറ ചങ്ങായിമാരെ, ചെയ്യല്ലേ, ഉറക്കെ പറ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണോ? പറയാൻ ആഗ്രഹമുണ്ടാ? അപ്പൊ ഒന്ന് ഉറക്ക ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അല്ലാഹ് പറയാ, ഞാനല്ല പറഞ്ഞ, അല്ലാഹ് എന്നെ പറയണേ. അല്ലാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ. അല്ലാഹ് പറയാ വാപ്പ, അല്ലാഹു പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു പറയുകയാ, എടാ നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. ഒറ്റ കാര്യം ചെയ്താൽ മതി. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? ചെയ്യേണ്ട എന്തെന്നറിയോ? നീയും നിസ്കരിക്കണം, നിന്റെ പെണ്ണുമ്പിളയെ നിസ്കരിപ്പിക്കണം, നിന്റെ മക്കളെയും നിസ്കരിപ്പിച്ച ഒരുത്തന്റെ മുന്നിലും തെണ്ടാൻ പോകണ്ട. മരിക്കുന്ന കാലം വരെ ഞാൻ തരും. അല്ലാഹ് പറയാ, ലാ നസ്അലുക റിസ്ഖ, നീ തേടി നടക്കണ്ട. എടാ നീ പോണ്ട, ഞാൻ തരാം. എന്താ അല്ലാഹ് പറഞ്ഞ? ഞാൻ തരാം. ഈ ഇവിടുത്തെ പള്ളിയുടെ മുന്നിലാണ് നിന്റെ കടയിരുന്നേ. ഈ പള്ളിയുടെ പരിസരത്ത് എത്രയോ വീടുണ്ടായിരുന്നു. പള്ളിയിൽ നിന്ന് നിസ്കാരത്തിന്റെ സമയത്ത് ബാങ്ക് വിളിച്ചു, നിന്റെ കടയുടെ മുന്നിലൂടെ നിസ്കരിക്കാൻ പലരും പള്ളിയിൽ പോയി. നിന്നോട് ചോദിക്കണം, നീ പോണില്ലേ? അളിയ, ഞാൻ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നാൽ എൻ്റെ കച്ചവടം നഷ്ടപ്പെടും. എന്നാൽ പള്ളി പോകുമ്പോഴാ ഒരാൾ വരുന്നെങ്കിലോ എൻ്റെ കച്ചവടം പോകും. അതുകൊണ്ട് ഞാൻ പോണില്ല. ഇപ്പൊ നിന്റെ കടയിൽ കച്ചവടം ഉണ്ടോ? ഇപ്പൊ ഈച്ച അടിച്ചോണ്ടിരിക്കുക കടയിൽ. എടാ നിന്റെ പണി എന്താ? നേരത്തെ കാലിന്റെ മേൽ കാലിട്ടിട്ട് പള്ളിയുടെ ചാരത്തുള്ള വീടിന്റെ മുന്നിൽ ഇരുന്നാ മതിയായിരുന്നു. മന്നും സ്ഥലം പോലെ ഗൾഫിൽ നിന്നൊക്കെ വരുമായിരുന്നു. ഇപ്പൊ വരുന്നുണ്ടോ? ഇല്ല. എന്തേ കാരണം? ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും വലൈൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. തരാനും അല്ലാഹ്ക്കറിയാം, അതിനെ തിരിച്ചു പിടിക്കാനും പടച്ചോനറിയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ, അല്ലാഹ് തന്നതങ്ങ് പിടിച്ചു വെച്ചു, അത്രേ ഉള്ളൂ. ഇവിടെ നായി ഉണ്ടല്ലോ, തെരുവിൽ കൂടെ നടക്കണ നായി, ഇത്തിരി വെള്ളം കൊടുത്ത്, എന്തെങ്കിലും തിന്നാൻ കൊടുത്ത്, എവിടെങ്കിലും വെച്ച് കണ്ടാൽ നന്ദി കാണിക്കും, വാലാട്ടി കാണിക്കും. നീ അങ്ങനെ അല്ലാഹ് തരുന്നത് മൊത്തം നിൽക്കും, എന്നിട്ട് തിരിഞ്ഞടക്കും. പിന്നെ പടച്ചോൻ എന്താ? അല്ലാഹ്ക്ക് എന്താ വണ്ടി ഓടുന്നത് നിനക്ക് ഇങ്ങനെ വാരി തരാൻ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. തരാനും അല്ലാഹ്ക്കറിയാം, പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്താനും അല്ലാഹ്ക്കറിയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് പടച്ചോൻ പറയാ, നീ മാത്രം നിസ്കരിച്ചാ പോരാ. നീ ആരാ? വലിയ ആളാ? അല്ല, നീ ഉസ്താദേ ഞാൻ പള്ളിയിൽ പോയി, അല്ലാഹ് 5 നേരവും ഞാൻ പള്ളിയിലാ. നീ അങ്ങനെ പറഞ്ഞാൽ രക്ഷപ്പെടുമൊന്നുമില്ല. അല്ലാഹ് പറഞ്ഞത് നീ ഒറ്റയ്ക്ക് പോണോന്നാ. സ്വർഗത്തിൽ പോകുമ്പോ നീ ഒറ്റയ്ക്ക് പോണോന്നല്ല അല്ലാഹ് പറഞ്ഞേ. അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസ് വൽ ഹജ്ജ. പോകുമ്പോ പെണ്ണുമ്പിള്ളെ മക്കളെ കൂടെ കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ അല്ലാഹ് പറഞ്ഞേ. അല്ലാഹ് പറഞ്ഞത് അൻഫുസകും വഅഹ്ലീകും നാറാ. നരകത്തിൽ നിന്ന് നീ മാത്രം രക്ഷപ്പെട്ടാ പോരാ, നിന്റെ കുടുംബത്തെ കൂടെ കൊണ്ടുപോകണം. നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, അവരെ കൂടെ രക്ഷപ്പെടുത്തി നീ കൊണ്ടുപോകണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കണ കാലം വരെ പട്ടിണിയില്ലാതെ, ദാരിദ്ര്യം ഇല്ലാതെ, എവന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടെങ്കിലും നിന്റെ വീട്ടിൽ തിന്നാൻ ഭക്ഷണം ഉണ്ടാകും. അതിനുള്ള ഏക വഴി 5 നേരം അങ്ങോട്ട് നിസ്കരിപ്പിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിക്കുക. 7ാമത്തെ വയസ്സിൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവരെ തല്ലണം. ഇതല്ലേ ദീൻ പഠിപ്പിക്കണേ? ഇതല്ലേ ഇപ്പൊ മദ്രസയിൽ പഠിച്ചിട്ടല്ലേ? ആണോ അല്ലേ? 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? ഉറക്കപ്പറ, തല്ലണം. തല്ലി ഏതെങ്കിലും വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്ക്. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലി ഏതെങ്കിലും വാപ്പ, നിങ്ങളുടെ എല്ലാവരുടെയും കൈവക്കാത്തവരുടെയൊക്കെ മക്കൾ നിസ്കരിക്കുന്നവരാ, 5 നേരം നിസ്കരിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ പൊട്ടനാകണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. വെറുതെ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹ് നീ ഒരു വാപ്പയ്ക്ക് ബർക്കത്ത് ചെയ്യല്ല. ദുആ ചെയ്ത് ആര്? ലോകത്തിന്റെ നേതാവ്. 1400 വർഷം മുമ്പ് പ്രവാചകൻ ദുആ ചെയ്തു, ഈ ഇരിക്കണ ഒരു വാപ്പയ്ക്ക് ബർക്കത്ത് ഉണ്ടാകാൻ. ഏത് വാപ്പ? തലകുത്തി നിൽക്കണ വാപ്പയ്ക്കല്ല, രാവും പകലും പള്ളിക്കകത്ത് പോയിരിക്കുന്ന വാപ്പയ്ക്കല്ല. തന്റെ മക്കളെ നേരെയാക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിരിക്കുന്ന വാപ്പയ്ക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കളെ നിസ്കരിക്കാതെ കിടക്കുമ്പോ തല്ലി അങ്ങോട്ട് നിസ്കരിപ്പിക്കാൻ
വീട്ടിലൊരു വടി വെട്ടി വെച്ചിരിക്കുന്ന വാപ്പ ഇല്ലേ? പണ്ട് നിങ്ങൾ ചിന്തിക്ക്, വീടിൻ്റെ അകത്ത് കിടന്നിട്ട് നമുക്ക് ശൈത്താൻ കൂടുമ്പോൾ ഉമ്മ ചോദിക്കും, അലമാരിയുടെ മോളി ഇരിക്കുന്നത് കണ്ടോടാ സിറാജ്, ഇത്രേ ചോദിക്കത്തുള്ളൂ. ശൈത്താൻ അപ്പം തന്നെ ഇറങ്ങിപ്പോ. ഒറ്റ ചോദ്യം വയ്ക്കത്തുള്ളൂ. വാപ്പ വരുന്നല്ല, വാപ്പ തല്ലൂന്നല്ല, അലമാരിയുടെ മോളി ഇരിക്കുന്നത് കണ്ടോന്ന് ചോദിച്ചാൽ മതി. അപ്പൊ തന്നെ എൻ്റെ ശൈത്താൻ ഇറങ്ങിപ്പോ. കാരണം എന്തേ? കാപ്പി കമ്പിരിക്കണത് അവിടെയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇതുപോലെ നിങ്ങൾക്കറിയാം. പക്ഷെ ഇന്ന് നിന്നെ മക്കള് തല്ലുന്ന അവസ്ഥയാ. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും, നീ പേടിക്കൊന്നും വേണ്ട, നീ 5 നേരം നിസ്കരിക്ക്. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2 നല്ല മരണം വേണോ? വേണോപ്പാ? വല്ലവന്റെ മരണവും പറഞ്ഞോണ്ട് ഇടന്നാ മതിയോ? ഉസ്താദ്, എന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച്, ഉമ്മ റമദാൻ മാസത്തിലാ മരിച്ച്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഉസ്താദ്, ഇങ്ങനെ പറഞ്ഞോണ്ട് ഇടന്നാ മതിയോ? നിനക്കും അങ്ങനെ പോണെന്ന് ആഗ്രഹണ്ടാ? പൈസ കൊടുത്താ കിട്ടുവോ? ഇവിടെ അള്ളാഹു എന്റെ വീടും പറമ്പും മുഴുവനും ഞാൻ പള്ളിക്ക് കൊടുക്കാം, വെള്ളിയാഴ്ച ആ ജുമായ്ക്ക് മുമ്പ് എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ പറ്റുവോ? പറ്റുവോ? ഇല്ല. അള്ളാഹ് പറയുകയാ, ആർക്കാ നല്ല മരണം വേണ്ടത് ഞാൻ തരാം, ഞാൻ തരാം. രാഷ്ട്രീയക്കാരനല്ല അള്ളാഹ്, പറഞ്ഞ തന്നെ അള്ളാഹ് പറയുകയാ, 5 നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാ മതി. വല്ല ആക്കിബത്തുലി തഖ്വ, നല്ല മരണം ഞാൻ തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. വേണ്ടവരൊക്കെ മേടിച്ചിട്ട് പൊക്കോ, നാളെ അവിടെ വെച്ച് കാണാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഒന്നാമത്തെ കാര്യം, എപ്പോൾ ദുആ ചെയ്താലും അള്ളാഹിനോട് പറയണം, ഈമാൻ വർദ്ധിപ്പിച്ചതാ എന്ന് ദുആ ചെയ്. ഈമാൻ കൂടുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ ഈമാനിൽ വർധനവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2:11 മണിയായി. നിർത്താറായോ? എത്ര മണിക്ക്? 1 മണിക്കൂറായില്ലേ? 1 മണിക്കൂറായില്ലേ? ഇൻഷാ അല്ലാഹ് നിർത്താറായ? പറയറോ നിർത്താറായ? കാരണം നിങ്ങൾക്ക് വയല, ഇത് ക്ലാസ്സാ. അങ്ങനെ കാരണം കൂടുതൽ എടുക്കാൻ വയ്യ. നാളെ കൂടെ ഒരു പരിപാടിയുണ്ട്, അവരുടെ അടുത്തും കൂടെ പോകുന്നൊരു കോളേജിന്റെ പരിപാടിയാണ്. ഇന്നിവിടെ കിടന്ന് വിളിച്ചു പോയി നേരെ വീട്ടിലോട്ട് പോകാനേ പറ്റത്തുള്ളൂ. അപ്പൊ നാളെ കൂടെ പോകേണ്ടതുള്ളതുകൊണ്ടാണ്. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ബോറടിച്ചാൽ ഞാൻ നിർത്തും. എന്ത് വേണം? നിർത്തണോ പറയണോ? നിർത്തണോ പറയണോ? പറയണമെന്ന് ആഗ്രഹമുള്ളവർക്കൊന്ന് കൈവക്കിക്കേ. പൈസ ചോദിക്കുമ്പോഴും ഇങ്ങനെ പൊക്കണം കേട്ടാ. നമുക്ക് നാളെ ഒരു കുട്ടിയെ കെട്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വന്നപ്പോ എത്ര പവനായിരുന്നു അനീഷ പിരിഞ്ഞത്? 10-13 പവൻ പിരിഞ്ഞു. പക്ഷെ ഇപ്പൊ 7 കിട്ടിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ പോയി. ഞാൻ ഈ അടുത്തൊരിടത്ത് വയതിന് പോയപ്പോ സംഘാടകം പറയാം, ഉസ്താദെ 500 എങ്കിൽ 500 കിട്ടണത് മേടിച്ചാൽ മതി, പിരിവിലടക്കാൻ വയ്യ. അത് മതി ഉസ്താദ്, 50,000 ചോദിക്കല്ലേ. 5,000 ഒന്നും വേണ്ട, 500 എങ്കിൽ 500. അത് കൈ വാങ്ങിത്താ ഉസ്താദെ, മൈക്ക് സെറ്റ് ചെയ്യാൻ എടുക്കാനുള്ളതാണ്. ഇപ്പൊ അവസ്ഥ ഏതാ? ചുമ്മാ അങ്ങ് പൊക്കും, തരാൻ വാക്കാ ചങ്ങാതി. അള്ളാഹുവെ പടച്ചോനെ എന്തെങ്കിലും തടസ്സം ഉണ്ടാകണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലെങ്കിലും അവർ തരും. അള്ളാഹു അവരെ കടക്കാരായി മരിക്കുന്നവരെ തൊട്ട് കാക്കുമാറാകട്ടെ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി ഉസ്താദെ ബാക്കി 3 പവൻ ഞങ്ങൾ ഇട്ടോളാം, ബാക്കി 3 പവൻ ഞങ്ങൾ ഇട്ടോളാം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹുവെ അൽ ഫലാഹിന്റെ മക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു മക്കൾക്കൊക്കെ എല്ലാവിധ ഖൈറു ബറക്കത്ത് നൽകണേ തമ്പുരാനെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2 അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഈമാൻ വർദ്ധിപ്പിക്കുവാനുള്ള 2ാമത്തെ വഴി എന്തെന്നറിയുമോ? അസ്സാബിഖൂന ബിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം ഒരാളുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് എനിക്ക് ചെയ്യണം തമ്പുരാനെ, എനിക്കൊന്നാമനാകണം തമ്പുരാനെ. നന്മയ്ക്ക് വേണ്ടി മത്സരിക്കല് ഈമാൻ വർദ്ധിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന 2ാമത്തെ കാര്യം, ഒരു നല്ല കാര്യം പറഞ്ഞ അവൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ചെയ്യണം. അല്ലാഹ് ആദ്യം എനിക്കാ വിജയിക്കണ്ട, അതാ ചിന്ത. ഇലക്ഷനിൽ വോട്ട് അതല്ലപ്പാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മത്സരിക്കുന്നത് മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി. എങ്കിൽ പണ്ടൊരു മത്സരം, ഇന്നലെ ഇലക്ഷൻ നടന്നു, നമ്മൾ അവിടെ ചിന്തിക്കാം. എന്നാൽ പണ്ടൊരു മത്സരം നടന്നു, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു മത്സരം നടന്നു. പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ, ഇസ്ലാമിന് ദീനിന് വേണ്ടി കുറച്ച് കാശ് വേണം, കുറച്ച് സാധനം വേണം, എന്താ കൊണ്ടുപോവാ? വീട്ടിൽ പോയി കൊണ്ടുപോവാ. സഹാബത്ത് മുഴുവനും വീട്ടിൽ പോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ സദക്ക ചോദിച്ചപ്പോ എടുക്കാൻ വേണ്ടി എല്ലാരും വീട്ടിൽ പോയി.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പോകുമ്പോൾ ചിന്തിച്ചു, പടച്ചവനെ എന്ന് നോക്കിയാലും അബൂബക്കർ സിദ്ദീഖ ജയിക്കണേ, എനിക്ക് ഒരിക്കലെങ്കിലും ജയിക്കണം പടച്ചവനെ. എന്ന് ഈ ചങ്ങാതിയ, എന്തിനു ഒന്നാമതി ചങ്ങാതിയ. അതുകൊണ്ട് ഒരിക്കലെങ്കിലും അബൂബക്കറിനെ എനിക്കൊന്ന് പരാജയപ്പെടുത്തണം. വീട്ടിൽ ചെന്നു, തൻ്റെ സമ്പത്തിന്റെ പകുതി ഇങ്ങെടുത്തു, പകുതി മാറ്റിവെച്ചു. സമ്പാദ്യത്തിന്റെ പകുതി മുഴുവനും കൊണ്ടുവന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ചു. പ്രവാചകൻ ചോദിച്ചു, ഉമറേ ഇനി എന്തുകൊണ്ട് വീട്ടി? സമ്പത്തിന്റെ പകുതി ഇവിടെ നബി, ഇനി പകുതിയുള്ള നബിയെ, പകുതി നേർ പകുതിയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇങ്ങനെ മാറി നിൽക്കുക. അബൂബക്കർ എപ്പോഴാ വരണേ? കാത്തു നിൽക്കുക. എന്താ കൊണ്ടുവരിക? അബൂബക്കർ തങ്ങളുടെ വരവ്. എല്ലാവരും വന്നു. അവസാനം മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറിയ പൊതിയായിട്ട് വരിക. മുത്തുനബിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കയ്യിലേക്ക് വെച്ചു കൊടുത്ത്, നബിയെ ഇതേ ഉള്ളു നബിയെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ ഇനി വീട്ടിൽ എന്തുണ്ട്? അവിടെ അല്ലാഹുവിൻ റസൂൽ മാത്രമേ ഉള്ളൂ നബിയെ. അപ്പോഴും തോറ്റുപോയി. അപ്പോഴും ഉമർ തങ്ങൾ തോറ്റുപോയി. അവിടുത്തെ മത്സരം അങ്ങനെയാ. ഏതൊരു കാര്യത്തിനും മുൻപന്തിയിലെത്തണം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരാജയപ്പെട്ടു പോയി. അത് വെറുതെയല്ല. ഒരു നല്ല കാര്യം പറഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമനാകണമെന്നുള്ള ആഗ്രഹം അതാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കുമ്പോൾ പടച്ചവനെ അബൂ ദുജാന എന്ന് പറയുന്ന ഒരു സ്വഹാബി സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഓടുകയാണ്. ഫർള് നമസ്കാരം കഴിഞ്ഞു സലാം വീട്ടി പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. സ്ഥിരമായിട്ട് ഈ രംഗം ഇങ്ങനെ കാണുകയാണ്. ഒരുപാട് ദിവസം ഇങ്ങനെ കണ്ടപ്പോ ഒരു ദിവസം പള്ളിക്കകത്ത് നിന്ന് ഇറങ്ങി പോകുന്ന അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, അബൂ ദുജാന നിനക്കെന്തേ ഇത്ര ധൃതി? എന്ത് നിനക്ക് അല്ലാഹുവിനോടൊന്നും ചോദിക്കാനില്ലേ? എന്താണ് ഇങ്ങനെ എഴുന്നേറ്റ് ഓടുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ഞാനൊരു പാവപ്പെട്ടവനാണ് നബിയേ. എന്റെ അവസ്ഥ ഞങ്ങൾക്കറിയുമല്ലോ നബിയേ. എന്റെ വീടിന്റെ മുന്നില് അയൽവാസിയുടെ ഒരു ഈന്തപ്പന മരം എന്റെ വീടിന്റെ മുന്നിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു നബിയേ. അതിൽ നിന്ന് ഈത്തപ്പഴം എന്റെ വീടിന്റെ മുന്നിൽ വീഴാറുണ്ട്. പടച്ചവരെ, എന്റെ മക്കളെങ്ങാണം അത് കണ്ടാ അനുവാദമില്ലാതെ ഹറാമന്റെ മക്കളെടുത്ത് കഴിച്ചു പോകും നബിയേ. ഒരു ദിവസം എന്റെ മക്കളെടുത്ത് കഴിച്ചു നബിയേ. വിശപ്പിന്റെ കാഠിന്യത്താൽ എന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഈത്തപ്പഴം എന്റെ മക്കളെടുത്ത് കഴിച്ചു നബിയേ. അതുകൊണ്ടാണ് ഞാൻ ഓടുന്നത്. എന്തിനാണ് ഓടുന്നതെന്നറിയുവോ? എന്റെ മക്കൾ ഉണരുന്നതിന് മുമ്പ് ഞാൻ സുബഹി നമസ്കരിച്ച് ഓടിച്ചെന്നിട്ട് എന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഈത്തപ്പഴങ്ങൾ എടുത്തിട്ട് അയൽവാസിയുടെ പറമ്പിലേക്ക് ഇടാൻ ഓടുന്നതാണ് നബിയേ. തന്റെ വീടിന്റെ മുറ്റത്തേക്ക് വീഴുന്ന ഈത്തപ്പഴം പറക്കിയെടുത്ത് അതിന്റെ ഉടമസ്ഥന്റെ പറമ്പിലിടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഓടുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുമ്പോ മുത്തുനബി പറഞ്ഞു, സ്വഹാബാ, ആരാ? അബൂ ദുജാനയുടെ അയൽവാസിയാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുകയാണ്. അവിടെന്ന് വിളിച്ചു കൊണ്ടുവരാ പറയുകയാണ്. മുത്തുനബിയുടെ മുന്നിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, ആ ഈത്തപ്പഴം എനിക്ക് തരുവോ? അതാ അബൂ ദുജാനയുടെ വീടിന്റെ മുന്നിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പന മരമുണ്ടല്ലോ, അതെനിക്ക് നൽകിയാൽ സ്വർഗത്തിലെ 10 മരം ഞാൻ നിനക്ക് പകരം നൽകാ. ഇവിടത്തെ ഒരു മരത്തിന് പകരം അല്ലാഹുവിന്റെ സ്വർഗത്തിലെ 10 ഈത്തപ്പന മരം ഞാൻ
ഞാൻ നിനക്ക് നൽകാ. പടച്ചവനെ മുത്തുനബി പറയുമ്പോ ആ മനുഷ്യനൊരു മുനാഫിക്കായിരുന്നു. അവനൊരു മുനാഫിക്കായിരുന്നു. അവൻ പറഞ്ഞത് എന്തെന്നറിയോ? ഈത്തപ്പനം മരം വിൽക്കാൻ ഞാൻ തയ്യാറാ, പക്ഷേ സ്വർഗത്തിൽ എനിക്ക് 10 മരം വേണ്ട. എനിക്ക് സ്വർഗത്തിലല്ല വേണ്ടത്, രൊക്കമായിട്ട് 10 മരം എനിക്ക് നൽകിയാൽ എന്റെ ഈന്തപ്പന മരം ഞാൻ തരാമെന്ന് മനുഷ്യൻ പറയുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അവ്വലു മൻ ആമന ബി അബൂബക്കർ അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ അവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി അബൂബക്കർ. വെറുതെയല്ല മുത്തുനബി പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ ഒരു ത്രാസിലെടുത്ത് വെച്ചിട്ട് ലോകത്തുള്ള സർവ്വ മുസ്ലിമിന്റെയും ഈമാൻ എടുത്ത് വെച്ചാ തോറ്റുപോകും സ്വഹാബാ. മുത്തുനബി വെറുതെയല്ല പറഞ്ഞത്. അബൂബക്കർ തങ്ങൾ ചോദിച്ചത് എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, സ്വർഗത്തിലെ 10 മരം ഈ അബൂബക്കറിന് തരുവോ നബിയേ? ഇവന് വേണ്ടത് ഞാൻ കൊടുക്കാൻ നബിയേ, ഇവന് വേണ്ടത് ഞാൻ കൊടുക്കാൻ നബിയേ, ഇവന് ഞാൻ 10 മരം കൊടുക്കാൻ നബിയേ, എനിക്ക് തരുവോ എന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂല് കിട്ടുമെന്ന് പറയുമ്പോ അബൂബക്കർ തങ്ങളാ മനുഷ്യന്റെ കയ്യിൽ പിടിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പ്രവാചകൻ പറഞ്ഞു, ഇവിടത്തെ ഒരു മരം നൽകിയ 10 സ്വർഗത്തിൽ തരാ. ആ പൊട്ടം പറഞ്ഞു, എനിക്ക് ഇവിടെ വേണം, അവിടെ വേണ്ട. സ്വർഗത്തിലെ 10 മരം എനിക്ക് വേണ്ട, എനിക്ക് ഇവിടെ തന്നെ വേണം. അബൂബക്കർ തങ്ങൾ വെച്ച് നബി എനിക്ക് തരുവോ? തരാ. ഈ മനുഷ്യന്റെ കയ്യെ പിടിച്ചിട്ട് ഈന്തപ്പന തോട്ടത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു, ഇഷ്ടമുള്ള എടുത്തോ, ഇഷ്ടമുള്ള 10 കെട്ടിപ്പിടിക്കാൻ സന്തോഷം. കാരണം സ്വർഗത്തിൽ 10 മരം ഇവ എനിക്ക് നൽകിയവനാ. കെട്ടിപ്പിടിച്ചു. ഇവിടെ നിന്ന് പറഞ്ഞടാ, വേണ്ടത് എടുത്തോടാ, നിനക്ക് ഇഷ്ടമുള്ള ഏത് മരം വേണമെങ്കിൽ 10 എണ്ണ എടുത്തോ. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അതാ നന്മ. ഒരു നല്ല കാര്യം കേട്ട പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യണം. ഒരു നല്ല കാര്യം അങ്ങോട്ട് പറയപ്പെട്ടാൽ അത് ആദ്യം നിനക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് വെള്ളിയാഴ്ച പരിശുദ്ധമായ ഖുർആൻ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുംഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അതാ ഖുർആൻ പറഞ്ഞേ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ജുമയ്ക്ക് വേണ്ടി വിളിച്ച പെട്ടെന്ന് പോകണമെന്നാ. ആരാ പോയ? പൊതുവെ എല്ലാവർക്കും അറിയാം, വെള്ളിയാഴ്ച ദിവസം നേരത്തെ പള്ളിയിൽ പോകുന്നവന് ഒട്ടകത്തിന് അർത്ഥ പ്രതിഫലി. നിനക്ക് മുട്ടയുടെ തോടിന്റെ എങ്കിലും പ്രതിഫലം കിട്ടിയെന്ന് അറിയിക്കേ. എടാ, നേരത്തെ ജുമായ്ക്ക് പള്ളിയിൽ പോകുന്നവന് ഒട്ടകത്തെ അർത്ഥ പ്രതിഫലം, ഇങ്ങനെ പ്രതിഫലം പറഞ്ഞ് അവസാനം പോകുന്നവന് മുട്ടയുടെ പ്രതിഫലം എന്നാ. നിനക്ക് മുട്ട തോടിന്റെ എങ്കിലും കിട്ടിയിട്ടുണ്ടോ? നമ്മളൊന്ന് ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ചരിത്രത്തിൽ കാണാം, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മഹാന്റെ ചരിത്രം കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ജുനൈദുൽ ബഅദാദി തങ്ങൾ ഇങ്ങനെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയാൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് ഇങ്ങനെ കേൾക്കാം. ജുനൈദ് തങ്ങൾ ഇങ്ങനെ നേരത്തെ പള്ളിയിൽ പോയാൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് കേട്ടപ്പോ മഹാനവറുകൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായി, പടച്ചോനെ അടുത്ത വെള്ളിയാഴ്ച നേരത്തെ പോയിട്ട് 1ാമത് പോയ പ്രതിഫലം എനിക്ക് വാങ്ങണം, 1ാമത് പള്ളിയിൽ പോയിട്ട് പോയ പ്രതിഫലം എനിക്ക് വാങ്ങണം. അതിന് ജുനൈദ് തങ്ങൾ പിറ്റേ വെള്ളിയാഴ്ച ഒരു 9 മണി ആയിന്ന് സങ്കല്പിക്കാം. ഒരു 10 മണിയായപ്പോ മഹാനവറുകൾ പള്ളിയിൽ ചെന്നു. പടച്ചോനെ നോക്കുമ്പോ ആരും പള്ളിക്കകത്തില്ല. ജുനൈദുൽ ബഅദാദി തങ്ങൾ വിചാരിച്ചു, ഞാനാ 1ാമത് വന്നത്, അൽഹംദുലില്ലാഹ്, ഇന്ന് 1ാമത്തെ പ്രതിഫലം എനിക്കായിരിക്കുമല്ലോ. ഇങ്ങനെ അങ്ങോട്ട് ചിന്തിക്കുമ്പോ പള്ളിയുടെ മിഹ്റാബിന്റെ ഭാഗത്ത് നിന്നിട്ട് വിളിച്ചു പറയുക, അബുൽ ഖാസിം അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഖദ് സദഖ്ന്ന് പോയി, നേരത്തെ വന്ന പ്രതിഫലം വേറെ ആള് കൊണ്ടുപോയി. ഇന്ന് പള്ളിയിൽ 1ാമത് വന്ന പ്രതിഫലം വേറെ ഒരാൾ കൊണ്ടുപോയി. ജുനൈദ് തങ്ങൾ വിചാരിച്ചു, പടച്ചോൻ, അപ്പൊ എന്നെക്കാളും മുമ്പേ ആരോ പള്ളിയിൽ വന്നു, എനിക്ക് പറ്റിയില്ലല്ലോ, അടുത്ത വെള്ളിയാഴ്ച ആകട്ടെ. അടുത്ത വെള്ളിയാഴ്ചയായപ്പോൾ വിചാരിച്ചു കുറച്ചുകൂടെ നേരത്തെ പോകാം. 8 മണിക്ക് തന്നെ പോയി. 8 മണിക്ക് തന്നെ പള്ളിക്കകത്ത് പോയി. വെള്ളിയാഴ്ച 8 മണിക്ക് പള്ളിക്കകത്ത് വിട്ട് ഇങ്ങനെ ഇരിക്കുക. പടച്ചോനെ നോക്കുമ്പോ അന്നും വിളിച്ചു പറയാ, പ്രതിഫലം വേറെ ആള് കൊണ്ടുപോയെന്ന്. പടച്ചോനെ മഹാനവറുകൾക്ക് വല്ലാത്ത വിഷമമായി. 3ാമത്തെ വെള്ളിയാഴ്ച സുബഹിക്ക് അങ്ങ് പള്ളിയിൽ പോയി, പിന്നെ വീട്ടിൽ പോയില്ല. സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ സുബഹിക്ക് തന്നെ പള്ളിയിൽ പോയതാ വെള്ളിയാഴ്ച. ജുമായ്ക്ക് അവിടെ പോയിട്ട് പള്ളിയിൽ തന്നെ ഇരുന്ന് ഇറങ്ങിയില്ല. സുബഹി നിസ്കാരം കഴിഞ്ഞ് പുറത്തു പോയില്ല. അപ്പോഴും വിളിച്ചു പറയാ, നിങ്ങളെക്കാളും മുമ്പ് പ്രതിഫലം വേറെ ആള് കൊണ്ടുപോയി.
മഹാനായ ജുനൈദ് തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി, പടച്ചോൻ ആരാ അല്ലാഹ്, സുബഹിക്ക് ഞാൻ ഈ പള്ളിയിൽ വന്നതാ, എന്നെക്കാളും മുമ്പേ ഈ പ്രതിഫലം കൊണ്ടുപോയ മനുഷ്യനാരാ? ആ സമയത്ത് ജുനൈദ് തങ്ങളോട് പറഞ്ഞു കൊടുത്തു. അവിടെ നിന്ന് മഹാനവറുകൾ ദുആ ചെയ്തു, അല്ലാഹു ആരാ പടച്ചവനെ? അപ്പൊ പറഞ്ഞു കൊടുത്തു, ജുമുഅയ്ക്ക് പള്ളിയിൽ വന്നിട്ട് പിരിഞ്ഞ് ഏറ്റവും അവസാനം പോകുന്ന മനുഷ്യനോട് ചോദിക്കുക, അയാൾ പറഞ്ഞുതരും. വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് പള്ളിയിൽ വന്നിട്ട് ഏറ്റവും അവസാനം പള്ളിയിൽ നിന്ന് പോകുന്ന ആളോട് ചോദിച്ചാൽ പറഞ്ഞു തരും എന്താ പ്രതിഫലം കിട്ടാനുള്ള കാരണം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജുനൈദ് തങ്ങൾ ജുമുഅയ്ക്ക് പള്ളിയിൽ വന്ന് കാത്തിരിക്കാൻ, നിസ്കാരം കഴിഞ്ഞു, ജുമുഅ നമസ്കാരം കഴിഞ്ഞു, മഹാനവറുകൾ ഇങ്ങനെ ഇരിക്കുക, അവസാനം പോണ ആളെ കാത്തിരിക്കുക, ആരും പോണില്ല. നമ്മൾ രണ്ടാമത്തെ സലാം വിട്ടുന്ന വെളിയില്ല. ഉസ്താദ് സലാത്ത് പറയുമ്പോൾ, ദുആ കഴിഞ്ഞ് സലാത്ത് പറയുമ്പോൾ വീട്ടിൽ കാന അടിച്ചോണ്ടിരിക്കുക നമ്മൾ പലരും. ജുനൈദ് തങ്ങൾ പള്ളിക്കകത്തിരിക്കുക, ഏറ്റവും അവസാനം പോകുന്ന മനുഷ്യനല്ലേ പറ്റത്തുള്ളൂ, അയാളോട് ചോദിച്ചാലല്ലേ മറുപടി വെക്കൂ. മഹാനവറുകൾ ഇങ്ങനെ പള്ളിക്കകത്തിരിക്കുക, പടച്ചവനെ 2 മണിയായി 3 മണിയായി, അസറിന് ബാങ്ക് വിളിച്ചിട്ട് ആൾക്കാർ പോയിട്ടില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ അസർ നമസ്കാരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോന്നായി പോകാൻ തുടങ്ങി. അവസാനം ഏറ്റവും പ്രായം ചെന്ന ഒരു മനുഷ്യനാ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോണേ. ഏറ്റവും അവസാനം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഒരു പ്രായമുള്ള മനുഷ്യനാ. അല്ലാഹുവേ പടച്ചവനെ, മഹാനായ ജുനൈദുൽ ബഅദാദി തങ്ങൾ ഓടി ചെന്നിട്ട് ആ മനുഷ്യന്റെ കൈ പിടിച്ച്, യാ ശൈഖ് മത്തൽ ജമാഅ, എപ്പോഴാ പള്ളി ജുമുഅയ്ക്ക് വന്നതെന്ന് വെച്ച്, നിങ്ങൾ എപ്പോഴാ പള്ളിയിൽ ജുമുഅയ്ക്ക് വന്നത്? ഇന്ന് ഒന്നാമത് ഞാൻ സുബഹിക്ക് വന്നതായി പള്ളിയിൽ, എന്നെക്കാളും പ്രതിഫലം നിങ്ങൾക്കാ, നിങ്ങൾ എപ്പോഴാ പള്ളി വന്നേ? മഹാനവറുകൾ പറഞ്ഞു, വഖത്തു സവാല്, ഞാൻ അവസാന സമയത്ത്, നമ്മൾ പറയല്ലോ ബാങ്ക് വിളിച്ചത്, ഏറ്റവും അവസാന സമയത്ത് ഞാൻ പള്ളി വന്നേ. ഏറ്റവും അവസാനം വന്നിട്ട് ഒന്നാമത് വന്ന പ്രതിഫലം ആ മനുഷ്യൻ വാങ്ങി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഏറ്റവും അവസാനം വന്നിട്ട് പള്ളിയിൽ ജുമുഅയ്ക്ക് ഏറ്റവും അവസാനം വന്നിട്ട് ഒന്നാമത് വന്ന മനുഷ്യന്റെ പ്രതിഫലം വാങ്ങിയത് ആ പ്രായമുള്ള മനുഷ്യനായിരുന്നു. അള്ളാഹു ആ പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ആ പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. എന്ത് ചെയ്തിട്ടാ കിട്ടിയേ? ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാ. അടുത്ത വെള്ളിയാഴ്ച പോയി വാങ്ങോ? അടുത്ത വെള്ളിയാഴ്ച പോയി വാങ്ങോ? എന്ത്? ഏറ്റവും അവസാനം പോയിട്ട് ഒന്നാമത്തെ അല്ലേ ഉസ്താദ് ഖുത്ബ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ചാടിക്കേറി ഒന്നാമതിറങ്ങി, പ്രതിഫലം കിട്ടൂല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും അവസാനം ചെന്നു ആദ്യം ചെന്ന പ്രതിഫലം വാങ്ങാനുള്ള കാരണം എന്തേ? നമുക്കതിൻ്റെ മഹത്വം അറിയാഞ്ഞിട്ടാ. വെള്ളിയാഴ്ച ജുമുഅ നിസ്കരിച്ചാൽ കിട്ടണ പ്രതിഫലം അറിയോ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസം ആർക്കെങ്കിലും ജുമുഅ നമസ്കാരം പരിപൂർണമായി കിട്ടിയാൽ 20 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലിയെ കിട്ടണേ. ഒരു ജുമുഅ കിട്ടിയാൽ 20 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആർക്കും വേണ്ടേ? അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ ഉസ്താദെ, അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാ 20 വർഷം ഇബാദത്ത് ചെയ്ത കൂലി എനിക്ക് വേണം. നിയത്തി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. താല്പര്യമുള്ളവരൊക്കെ കൈവക്ക്. ആണുങ്ങൾക്കല്ലേ ഉള്ളൂ, പെണ്ണുങ്ങൾക്ക് ജുമാ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാ. ഇൻഷാ അല്ലാ അൽഹംദുലില്ലാ. അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ ആ പൊക്കിയ കൈ കൊണ്ടൊന്ന് പോക്കറ്റ് കൈയിട്ടെ. ബക്കറ്റ് ഉണ്ട് അവിടെ, എടുത്തോ. ആദ്യം 20 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അവിടെ നിൽക്കട്ടെ. ആദ്യം ഒരു നന്മ പറഞ്ഞ ചെയ്യണമെന്നല്ലേ? ഒരു നല്ല കാര്യം പറഞ്ഞാൽ അത് ആദ്യം ചെയ്യണമെന്നുള്ളൊരാഗ്രഹം. അൽഹംദുലില്ലാ, നാളെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നിങ്ങളുടെ നാട്ടിൽ നടക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, അൽഫലാഹിന്റെ മക്കൾ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്ന അവരുടെ പെങ്ങളെ കെട്ടിക്കാനല്ല, അവരുടെ മക്കളെ കെട്ടിക്കാനല്ല, അവരുടെ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടിയില്ല. ഈ നാട്ടിൽ ആരാരും സഹായിക്കാനില്ലാത്ത പാവപ്പെട്ട ഒരു പെൺകുട്ടി, ആ പൊന്നുമകളുടെ വിവാഹത്തിന് വേണ്ടിയാണ് ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ഒരാളും കണ്ണടച്ചിരിക്കരുത്, കൈ കെട്ടിയിരിക്കരുത്. കാരണം നഷ്ടം നിനക്കാണ് സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, അസ്വദഖത്തു റത്തുൽ ബലാ,
സദക്ക വിപത്തുകളെ തട്ടിക്കളയുമെന്നാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനാ പറഞ്ഞത്. ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നിട്ട് പടച്ചവനെ വീടും വിറ്റ് സമ്പാദ്യവും സ്വർണവും പറമ്പുമെല്ലാം വിറ്റിട്ടിട്ട് കാര്യമില്ല. അത് വരുന്നതിന് മുമ്പെയാണ് മരുന്ന് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയുള്ള ഒരു മരുന്നാട് ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ അല്ലാ അത് കരിച്ചു കളയാനുള്ള മരുന്നാട് ബക്കറ്റ് നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുത്താൽ അല്ലാഹുവേ അസ്സദഖത്തുറത്തുൽ ബലാ, വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ കിഡ്നി മാറ്റി വെക്കണമെങ്കിൽ 20 ലക്ഷം രൂപ വേണമെടാ ചെറുപ്പക്കാരാ. ഒരടയാളവുമില്ലടാ പൊന്നുമോന്, ഒരടയാളവുമില്ലടാ പൊന്നുമോന്. പടച്ചവനെ, എന്റെ കൂടെ വരുന്ന സുൽഫി എന്ന ചെറുപ്പക്കാര്, അല്ലാഹുവേ അവന്റെ കുടുംബത്തിലൊരു സഹോദരൻ പടച്ചവനെ ഒരു ശർദ്ദലുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോയതാ. റബ്ബേ, ക്രിയാറ്റിൻ 27 ഡോക്ടർമാര് പോലും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. മോനെ, ഒരടയാളവുമില്ലടാ ചെറുപ്പക്കാരാ. എത്രയോ പെട്ടെന്നാണ് ചെറുപ്പക്കാര്, എത്രയോ പെട്ടെന്നാര് കിഡ്നി രോഗികൾ ഇങ്ങനെ വർദ്ധിക്കുകയാ. പോയതിനു ശേഷം പിന്നെ ഒരു തിരിച്ചു വരവ് വല്ലാത്ത പ്രയാസമാ. അതുകൊണ്ട് കൊടുത്തോ, സദഖയ്ക്കത് തട്ടി മാറ്റാൻ കഴിയും ചെറുപ്പക്കാരാ. പെങ്ങള്, നിന്നെ പോലെ ഒരു പാവപ്പെട്ട പെണ്ണിനല്ലേ, നിന്നെ പോലെ മോഹമുള്ള സ്വപ്നമുള്ള ആഗ്രഹങ്ങളുള്ള പ്രതീക്ഷകളുള്ള ഒരു പാവപ്പെട്ട പൊന്നുമോളുടെ വിവാഹത്തിന് വേണ്ടിയല്ലേ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്ക്. അല്ലാഹു നിന്റെ ജീവിതത്തിലെ സർവ്വ മുസീബത്തുകളും മാറ്റിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരാ, മുത്തുനബിയാണ് അവിടെന്ന് പറയുന്നത്. ഒരു നല്ല കാര്യം പറയപ്പെട്ട ആദ്യം എനിക്ക് ചെയ്യണം തമ്പുരാന്. മറ്റാരെങ്കിലും ചെയ്യുന്നതിന് മുമ്പ്, മറ്റാരെങ്കിലും ആ നന്മ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ചെയ്യണമല്ലോ എന്നൊരാഗ്രഹമുണ്ടല്ലോ, എന്നൊരു നീയത്തുണ്ടല്ലോ. അത് ഈമാൻ വർദ്ധിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, ഒരുപാട് പാവപ്പെട്ട പെൺമക്കളുണ്ടല്ലോ. പടച്ചവനെ, എങ്ങനെയാ ഉസ്താദേ എന്റെ പൊന്നുമോളെ കെട്ടിച്ചു കൊടുക്കുന്നത്? എന്ത് ചെയ്യണമെന്നറിയാതെ വീടിന്റെ അകത്ത് കിടന്ന് കരയുന്ന പാവപ്പെട്ട ഉമ്മമാരുടെ കണ്ണുനീരൊപ്പാര്. 25, 28, 30 വയസ്സായിട്ട് വിവാഹ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് വീടിന്റെ അകത്തിരിക്കുകയാണ്. തന്റെ കൂടെ പഠിച്ചവർ മുഴുവനും മക്കളുമായി ജീവിക്കുന്നത് കാണുമ്പോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് വീടിന്റെ അകത്ത് കഴിയുന്ന പാവപ്പെട്ട യതീമായ മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് ജീവിതമുണ്ടാക്കുന്നതിന് വേണ്ടിയാ, അവരുടെ കണ്ണുനീരൊന്ന് ഒപ്പുന്നതിന് വേണ്ടിയാ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കൂ. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമുക്കൊരു മത്സരം നടത്താം. അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി, പടച്ചറപ്പിന്റെ സ്വർഗത്തിന് വേണ്ടി ഒരു മത്സരം നടത്താ. നിങ്ങൾ തയ്യാറാണോ? അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്നതാരല്ല. അല്ലാഹുവേ, കഴിഞ്ഞ വർഷം ഇതേ വഅദിന്റെ സദസ്സിലിരുന്നു കൊണ്ട് പടച്ചവരെ, ഉസ്താദേ ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ തരാ. ഒരുപാട് പേര് പടച്ചവര് നിയത്ത് ചെയ്തു തമ്പുരാര്, കരുണക്കടലായ അല്ലാ, ആരെല്ലാം സദഖ കൊടുത്തോ അവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ.
എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവർ അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. പടച്ചവനേ, ഈ കൊടുത്തവർക്ക് നാളെ നീ സ്വർഗം നിന്റെ ഓശാരമായി കൊടുക്കണേ റബ്ബേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, മഴത്തുള്ളികൾ പെയ്തിറങ്ങുന്ന സദസ് അത് ദുആയിക്ക് ഇജാബത്തുള്ള സദസ്സാണ്, ദുആയിക്ക് ഉത്തരം കിട്ടുന്ന സദസ്സാണ് അല്ലാഹുവേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഈ കൊടുക്കുന്നതൊന്നും വെറുതെയല്ല. നിന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുള്ളപ്പോൾ കൊടുക്കുന്നതിനേക്കാളും പ്രതിഫലം എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉള്ളതിൽ പങ്കു കൊടുക്കുമ്പോഴാ നീ ഏറ്റവും ആവശ്യക്കാരനായി ഇരിക്കുന്ന സമയത്ത് കൊടുക്കുന്നതിന് വല്ലാത്ത പ്രതിഫലമാണ്. കോടികളുള്ളവൻ ഒരു പവൻ കൊടുക്കുന്നതല്ല. പടച്ചവനെ, വാടക വീട്ടിൽ കിടക്കുന്നവൻ 1 രൂപ കൊടുത്താ അതിന് 1 ലക്ഷത്തിന്റെ വിലയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ കൊടുത്തത് വെറുതെയല്ല, ഈ കൊടുത്തത് വെറുതെയല്ല. നീ മരിക്കുന്ന സമയത്ത് അല്ലാഹു നിനക്കിതിന്റെ പ്രതിഫലം കാണിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബക്കറ്റ് മുന്നിലേക്ക് കടന്നു വന്നപ്പോ 10 രൂപ ഇട്ട വാപ്പാ, നിനക്കല്ല കാണിച്ചു തരും വാപ്പാ. നീ കൊടുത്ത 10 രൂപയുണ്ടല്ലോ, ഈ 10 രൂപയുടെ പ്രതിഫലം അല്ലാഹു കാണിച്ചു തരും. അബ്ശിറൂ ബിൽ ജന്നാ. മരണവപ്രാളത്തിൽ കിടന്ന് പിടയുന്ന സമയമുണ്ടല്ലോ, ആ മരണവപ്രാളത്തിൽ കിടന്ന് പിടയുന്ന സമയത്ത് ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. പടച്ചവനെ, ആ മരണസമയമുണ്ടല്ലോ, അതാ ചുറ്റുഭാഗത്ത് മുഴുവനും മലക്കുകൾ കൂടി നിന്നിട്ട് പറയുകയാ, നിന്നെ കൊണ്ടുപോകാമെന്നതാണ്. കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. മലക്കുകൾ ഇങ്ങനെ നിന്നോട് പറയുന്ന രംഗമുണ്ടല്ലോ. അല്ലാഹുവേ, ഈ കൊടുത്ത 10 രൂപയ്ക്ക് പ്രതിഫലമുണ്ട് വാപ്പാ. നീ കൊടുത്ത 1 രൂപയാകട്ടെ, ആ 1 രൂപയുടെ പ്രതിഫലം നീ കാണുമെന്നല്ലയാ പറഞ്ഞത്. അല്ലാഹു പറയുകയാ, നിനക്ക് റബ്ബ് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം കേൾക്കടോ. ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി വള്ളതിൽ പങ്കു കൊടുത്തവര്, തന്റെ ശരീരത്ത് കിടന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരിയിട്ട് കൊടുത്ത പെങ്ങള്, അല്ലാഹു പറയുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? വഅബ്ശിറൂ ബിൽ ജന്നാ. മരിക്കുമ്പോ സ്വർഗം കാണാമുമ്മോ. സ്വർഗം കണ്ടിട്ട് മരിക്കാറുള്ള ഭാഗ്യവാ. മരിച്ചു കിടക്കുന്നവർ ചിരിക്കുന്നത് വെറുതെയല്ല. അവരെന്തെങ്കിലും കോമഡി കണ്ടിട്ട് ചിരിച്ചതല്ല, തമാശ പോർത്തിട്ട് ചിരിച്ചതല്ല. പിന്നെ പടച്ചവനെ, 70,000 മലക്കുകൾ കയ്യും കാല് പിടിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് ആ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ അവര് ചിരിക്കണമെങ്കിൽ വെറുതെ ചിരിക്കൂല വാപ്പാ. കാരണം അല്ലാഹുവേ, നീ ഒരുപാട് മയ്യത്ത് കണ്ടിട്ടുണ്ടല്ലോ. കണ്ണ് തെള്ളിയിട്ട് വായിലൂടെ പതയും നുരയും ഒലിപ്പിച്ച് മൃഗങ്ങളെ കിടന്ന് വലിക്കുന്നത് പോലെ വലിച്ചു വലിച്ചു മുഖമെല്ലാം കറുത്ത് കരിവാളിച്ചിട്ട് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിച്ചു കിടക്കുന്നവരെ നീ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ സംഭവിച്ചത് എങ്ങനാ വാപ്പാ? അവര് അങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടെന്നറിയോ? മരണത്തിന്റെ വേദന കാരണമാ. നരകം കണ്ടു പേടിച്ചിട്ടാ. പടച്ചവനെ അല്ലാ, നീ ഞങ്ങളെ കാക്കണേ തമ്പുരാര്.